എടാ പ്രജുലേ, നമ്മളെ പന്തല്ലേടാ അത്? അതേടാ, അത് നമ്മുടെ പന്ത് തന്നെയാണല്ലോ. എന്നാ വാടാ, നമുക്കൊന്ന് കളിക്കിറങ്ങിയാലോ? വാ, ചോദിച്ചോക്കാം. ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് നമ്മുടെ പന്ത് തന്നെയല്ലേ. എന്നാലും ഒരു മര്യാദ ഒക്കെ വേണ്ടേ? എടാ, ഞങ്ങളെയും കളിക്കാൻ കൂട്ടോ? അവന്മാരെ കളിക്കാൻ കൂട്ടണ്ട. അവന്മാര് വെറും കത്രേ. എന്നാ ശരി, അവരുടെ കൂട്ടണ്ട. എന്താ പ്രശ്നം? ഇല്ലടാ, നിങ്ങളെ കളിക്കാൻ കൂട്ടില്ല. നിങ്ങൾ സ്ഥലം വിട്ടോ. ഞങ്ങളെ പന്തെടുത്ത് കളിച്ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കളിക്കാൻ കൂട്ടില്ലെന്ന് പറയാ. ഇത് എവിടുത്തെ ഞായ? ഇത് നിങ്ങളുടെ പന്തല്ല, ഞങ്ങളുടെ പന്താ. കേറി പോടാ. എന്താടാ കളിക്കാൻ കൂട്ടപ്പറ്റേക്കോ? ഞങ്ങൾ ആരൊന്ന് കാണിച്ചു കേട്ടോ. എന്നാ കാണിച്ചാടാ, നമ്മക്ക് കളിക്കാടാ. നിങ്ങളിപ്പോൾ ആരെയും തല്ലിയെന്ന് വല്ല ബോധമുണ്ടോ? ആരായാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. അത് ആരുടെ ഗേങ്ങാന്നറിയോ? ആരുടെ ഗ്യാങ്ങാ? അത് മനോഹറിന്റെ ഗേങ്ങാ. ഓക്കേ. പേരില് മാത്രമേ മനോഹരനുള്ളൂ, ആള് മഹാവടക്കാ. എന്താടാ? ഗ്രൗണ്ടിൽ വെച്ച് 3 പേര് നമ്മളെ പന്തെടുത്ത് കളിക്കണ്ടാണോ? ഞങ്ങളെ കളിക്കാൻ കൂട്ടി വെച്ചാൽ നമ്മളെ അബിയെ അവർ തല്ലി പോസേ. അതിന് നമ്മുടെ പന്താ. ഏത് പന്താ അവിടെ? അപ്പൊ ഒരു കളിച്ചാൽ നമ്മളെ പന്തോണ്ടല്ലേ? എന്തായാലും അവന്മാരുടെ തല്ലിയാനുള്ള തിരിച്ചു കൊടുക്കണം ബോസേ. എന്നാ അതൊന്ന് ചോദിക്കണല്ലോ. വാടാ. അവന്റെ ഫ്ലാഷ് ബാക്ക് കേട്ടാ നിങ്ങളൊന്നും വായ തുറക്കില്ലായിരുന്നു. എന്താണോ ഫ്ലാഷ് ബാക്ക്? ഒന്ന് കേക്കട്ടെ. 1 മാസത്തിന് മുന്നേ 2 ചെക്കന്മാര് മനോഹരന്റെ അടുത്ത് പോയിട്ട് അലമ്പുണ്ടാക്കി. ഇതെന്താ അല്ല? ഇതുമ്പോ നിന്റെ പേരൊന്നും ഇടിച്ചിട്ടില്ലല്ലോ. എനിക്ക് അതിലെഴുത്തിന്റെ കൈ മനോഹരൻ തല്ലി മുറിച്ചു. എൻ്റെ അടുത്തെങ്ങാൻ ചെലകാൻ വന്നാ അവൻ്റെ അച്ഛൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. 14 ദിവസം മനോഹരൻ ജയിലിൽ കിടന്നു.
അങ്ങനെ 14 ദിവസത്തിന് ശേഷം മനോഹരൻ ജയിലിൽ എടാ സോറിയടാ, അന്നറിയാതെ അങ്ങനെയൊക്കെ പറ്റിപ്പോയി. അതൊന്നും കുഴപ്പമില്ലടാ, ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇന്ന് മുതൽ നമുക്ക് ഫ്രണ്ട്സ് ആവാം. നീയാണ് ഇനി മുതൽ ഞങ്ങളുടെ ഗ്യാങ്ങിന്റെ ലീഡർ. ലീഡറല്ല, ബോസ്. ഒരേ ഒരു ബോസ്. മനോഹരനും ആ തല്ലുകൊണ്ടവന്മാരും കൂട്ടായി. ആ മനോഹരന്റെ പിള്ളേരെ നീ ഇപ്പൊ തല്ലിയേ. മനോഹരൻ നിന്നെ ഒന്നും വെറുതെ വിടില്ല. എടാ പണിയാവൂ. എന്തായാലും നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ പോവുക. ഒരു പണിയാവൂല, നീ ടൂൾസ് എടുക്കാതെ. എന്താ മോനെ, എൻ്റെ പിള്ളേരെ തൊട്ടു എന്നൊക്കെ കേട്ടു. ആടാ മോനെ, അവനെ തല്ലിനുള്ള പ്രതികാരം വീട്ടാൻ വന്നാണോ? ഏയ്, പ്രതികാരമൊന്നും വിട്ടാൻ വന്നല്ല, മാപ്പ് ചോദിക്കാൻ വന്നാ. എൻ്റെ പിള്ളേരോടങ്ങ് ക്ഷമിച്ചേക്ക്. അപ്പം എങ്ങനെ, ഞാനങ്ങ് പോട്ടെ? പൊട്ടിക്ക് പോസാവന്മാരെ. വേണ്ട, വിട്ടേക്ക്. ഇതിനപ്പം നിങ്ങൾ ഇങ്ങനെ മാസ് കാണിച്ചു പോകുന്നത്? നീ എന്താണ് കരുതിയേ ഞങ്ങൾ നിന്റെ അടിമയിൽ നിൽക്കുന്നു? ഇതൊക്കെ ഞങ്ങൾ കൂടി കളിച്ചൊരു നാടകമാണ്. അവനെ അവിടെ എത്തിക്കേണ്ട കാര്യം ഞങ്ങളേറ്റു. നിങ്ങളവനെ പഞ്ഞിക്കിടാനുള്ള കാര്യങ്ങൾ നോക്ക്. അവനെ പഞ്ഞിക്കേണ്ട കാര്യം ഞങ്ങളേറ്റു. നമ്മുടെ പ്ലാൻ ഒരു കാരണം വെച്ചാലും അവൻ അറിയരുത്. അത് ഞങ്ങളേറ്റടാ. അവനെ ഗ്യാങ്ങിന്റെ ലീഡറൊക്കെ അടിമയെ പോലെ നിൽക്കണമെന്നാണോ നീ പറയുന്നേ? ഇപ്പൊ അങ്ങനെ നിക്കാം, പതിയെ നമുക്ക് അവനെ ചതിക്കാം. നിന്റെ പ്ലാൻ കൊള്ളാം. വെറുതെ വിടരുതവനെ. ശരിടാ. വാടബിയെ നമുക്ക് പോവാ. എന്നാലും പ്രതിലേ, നീയൊന്നും എന്നോട് ഈ ചതി ചെയ്യുന്ന നീ ഒട്ടും പ്രതീക്ഷിച്ചില്ലടാ. ആരുമില്ലാത്ത എനിക്ക് സ്വന്തക്കാരെന്ന് പറയാൻ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളടാ. അല്ലെങ്കിൽ ഈ മനോഹരൻ എന്നും ഒറ്റയ്ക്കാണ്. എന്നും ഒറ്റയ്ക്കാണ്. ആ മനോഹരന്റെ തലകാല സാബുനെ വിളിച്ചിട്ടുണ്ട്. എല്ലാരെയും വിളിച്ചോ, അവന് ടെട്ടിന്റെ പണി കൊടുക്കണം. ആരടാ വിളിച്ചേ? അതാ രാഹുല. ആ മനോഹരനിട്ട് പണി കൊടുക്കാൻ കുറച്ച് ആളൊക്കെ ഉണ്ട്. അപ്പൊ ശരിക്കുള്ള അടി തുടങ്ങാൻ പോണല്ലേ?